ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് കപ്പ കൊണ്ടുള്ള അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ കപ്പ നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കൊത്തിയരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളത്തിലേക്ക് കപ്പ ഇട്ട് കൊടുക്കുമ്പോൾ കയ്യിലേക്കൊക്കെ വെള്ളം തെറിച്ച് വീഴും. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കപ്പയിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ കപ്പയൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഞാനിത് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ വേണം നമ്മളിത് ഉടച്ചെടുക്കാനായിട്ട്. ഒരു സ്പൂണ് വെച്ചിട്ടോ മറ്റോ ഉടച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിതൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വല്ല കട്ടയും ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 സവാളയും കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കപ്പ വേവിച്ച സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഒരു വടയുടെ ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള നനവിൽ നമ്മളിതൊന്ന് കുഴച്ചിട്ടെടുക്കണം. പിന്നെ ഇതാ അടുത്ത പരിപാടി നമുക്കിത് ഷേപ്പ് ആക്കി എടുക്കലാണ്. ഓരോ ബോൾസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ച് പരത്തി ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 22 വടയോളം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മുഴുവനൊന്നും ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. ആവശ്യത്തിനുള്ളത് മാത്രം ഫ്രൈ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ആവശ്യമുള്ള സമയത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ മുഴുവനും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഫ്രൈ ചെയ്തെടുക്കലാണ്. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഒട്ടും എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ. അപ്പോൾ നമുക്ക് 2 വശവും മൊരിഞ്ഞ് വരുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ വടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.